സംഭവിച്ചത് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, രാത്രിയാണ്, ഒരു 7:30 മണിക്ക് ഇവിടെ ഇരിക്കുകയാണ്, ഈ തിണ്ടിലിരിക്കണേ. അവന് ഇങ്ങനെ നടന്നു വന്ന് ഞങ്ങളെ മുന്നിൽ കൂടെ നടന്നു വന്നു. ഞങ്ങളാരും മൊബൈലിൽ നോക്കണോണ്ട് ഇവൻ നടന്നു വന്നത് കണ്ടില്ല. ഇവനവിടെ ചെന്ന് ഈ മണി എന്ന് പറഞ്ഞ ആൾ, അതായത് സൈതലവി എന്നാണ് മൂപ്പരെ പേര്, മണി എന്ന് വിളിച്ചു. ഇവിടെ മൂപ്പര് ഇവിടെ വന്ന് നിന്നപ്പോൾ മൂപ്പര മുഖത്തേക്ക് മുളക് പൊടി വെതറി. അങ്ങനെ മുളക് പൊടി വെതറിയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് കത്തി അരയുന്നെടുത്ത് കടയിലേക്ക് വണ്ടി കയറി. അങ്ങനെ കടയിൽ കയറി പിന്നെ കടയിൽ കുറേ സീനുണ്ടാക്കി പിടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പിടിച്ച് ഇവിടെ പുറത്താക്കി. സേതലവിനെ വെട്ടി, അതായത് പുറകിലാണ് വെട്ട്, പിന്നെ കയ്യിലുണ്ട് വെട്ട്, പിന്നെ മുട്ടുകൈയായിട്ട് നല്ല കുത്ത് കിട്ടിയിട്ടുണ്ട്. സേതലവിക്ക് നല്ല പരിക്കാണ്. കാരണം എന്താ വെച്ചാൽ സേതലവി പ്രതിരോധിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു അറ്റാക്കാണ് പെട്ടെന്നുണ്ടായത്. കാരണം ഈ മുളക് പൊടി വെതറിയിട്ട് ഇവനെ നല്ലോണം ആക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു കടയിൽ, ഷോപ്പിൽ. അങ്ങനെ ഇവർ എല്ലാവരും പാടെ കൂടി ചെക്കന്മാരൊക്കെ കൂടി പുറത്താക്കി. ഇവനെ വെളിക്ക് കൊടുന്ന് റോട്ടിക്ക് കൊടുന്നപ്പോഴേക്കിന് ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരാക്രമത്തിൻ്റെ ഇടയിൽ ഇവരും വീണ്, ഇത്രയും വെച്ചുള്ളൂ. അല്ലാതെ ഇവനെ മാരകമായി തല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ അടിയുടെ കേസ് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിയിൽ ഇവൻ വീണോടത്ത് റോട്ടിലാണ് തല തട്ടി വീണത്. അങ്ങനെ ഇവന് ആ കടത്തവിടെ കടന്നു. ആരും സ്വഭാവത ഈ നാട്ടിലാരും പെട്ടെന്ന് അവനെടുത്ത് കൊണ്ടുപോകില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ഒരു പക്ക ക്രിമിനലാണ്. ഈ നാട്ടിൽ തന്നെ കഞ്ചാവായിട്ടും എന്തായിട്ടും ഈ കുട്ടികളെ മുഴുവൻ കേടിയിരുത്തുന്നത് ഈ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ ആരും മെയിൻ ചെയ്യൂല. പൊതുവേ ആരും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ നമ്മളൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തി ഒരു രാഷ്ട്രീയത്തേക്കും ഇവനെടുക്കൂല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അതെ, സ്ഥിരമായിട്ട് ലഹരി കച്ചവടം ചെയ്യുക, ഉപയോഗിക്കുക എന്നാണ് ഇവൻ്റെ ശൈലി. ഇവനൊറ്റക്കല്ല, ഇവൻ്റെ പിശിങ്കിടികളായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അതെ, കുട്ടികൾക്കുണ്ട്. ഇപ്പോൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രായപൂർത്തിയായ കുറച്ചൊരു പക്വതയുള്ള കുട്ടികളെല്ലാം അങ്ങ് തിരഞ്ഞെടുക്കണം. പക്വതല്ലാത്ത ചെറിയ കുട്ടികളെ തിരഞ്ഞെടുത്തിട്ടാണ് ഇതുള്ളത്. അത് ചോദ്യം ചെയ്താണ് ഇപ്പോൾ ഈ പ്രസിദ്ധിക്ക് കാരണം. പിടിവലിയിൽ കാരണം എന്താ വെച്ചാൽ അപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവനെ വലിച്ചു കൊണ്ടുപോകാണ്. ഇവന് ഈ ആക്രമിക്കണതിന് വേണ്ടിയിട്ട് ഇവൻ കത്തിയുണ്ട് ഒരു കയ്യിൽ ഗ്ലാസ്സും ഉണ്ട്. കുപ്പി ഗ്ലാസ് പൊട്ടിച്ചിട്ട് കുത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് കയ്യിൽ. അതുകൊണ്ട് ഇവനെ വടിച്ച് മാറ്റിയപ്പോൾ ഇവൻ സ്വയം വീണ് കാരണം തള്ളിലായിരിക്കും. ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാണാൻ കഴിയില്ല, പക്ഷേ തള്ളിലായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. കമന്നാണ് വീണ് കടന്ന സ്ഥലമാണ് രക്തം കട്ടിക്കുന്നത്. ഒരുപാട് കേസുണ്ട്, ക്രിമിനൽ കേസുകളാണ്. അല്ലാതെ ഈ മയക്കുമരുന്ന് കേസല്ലാതെ തന്നെ ക്രിമിനൽ കേസുകളാണ് ഇവൻ്റെ പേരിലില്ലേ. ഫുള്ള് പോലീസിനെ കുത്തിയിട്ടുണ്ട്, ഇവിടെ എൻ്റെ കൂട്ടുകാരനെ കുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളെ